ഹായ് ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ ഒന്നാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ പഴഞ്ചൊൽ പെരുമ എന്നുള്ള ഭാഗമാണ് കേട്ടോ. കഴിഞ്ഞ 2 ഭാഗങ്ങൾ, അതായത് കാക്കിരി പൂക്കിരി എന്ന കവിതയും വാമൊഴിച്ചന്തം എന്ന നാടൻ പാട്ടും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ 2ൻ്റെയും ലിങ്കുകൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഈ വീഡിയോയുടെ ലിങ്കുകൾ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോകളെല്ലാം STD3 2024 എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. പാട്ടിലും കവിതയിലും മാത്രമല്ല, ചൊല്ലുകളിലും താളമുണ്ട്. ഈ വിവരണം വായിക്കൂ. പഴഞ്ചൊൽ പെരുമ. നാരങ്ങപ്പാല് ചൂട്ടയ്ക്ക് 2, ഇലകൾ പച്ച, പൂക്കൾ മഞ്ഞ, ഓടി ഓടി വരണ കള്ളനെ പിടിച്ചേ. പൊടിപാറിയ കളിയാണ് മുറ്റത്ത്, ആകെ കൂക്കും വിളിയും ബഹളമയം. എന്താ മക്കളെ കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ? അമ്മയാണ്. ഹായ്, നെയ്യപ്പത്തിൻ്റെ മണം. കുട്ടികൾ ആർത്തു വിളിച്ചു. ഓ, കളിയൊക്കെ നിർത്തിയോ? എന്താണിപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് ഓടി വന്നത്? ആ, അതങ്ങനെയാ, അരി എറിഞ്ഞാൽ 1000 കാക്ക എന്നല്ലേ. അല്ല, നീ എന്താ ബേബി അവിടെ ഒതുങ്ങിയിരിക്കുന്നത്? ബേബിയെ നോക്കി അമ്മ ചോദിച്ചു. അതെ, കളിക്കാനും കൂടിയിട്ടില്ല. തലവേദനയും പണിയുമാണത്രേ അവൾക്ക്. വയറുവേദനയുണ്ട്, ബേബിയുടെ കൂട്ടുകാരി പറഞ്ഞു. എന്നാലും ഒരു നെയ്യപ്പം കഴിച്ചോ മോളെ, അമ്മ സ്നേഹത്തോടെ നിർബന്ധിച്ചു. വേണ്ടമ്മേ, എനിക്ക് വയ്യ, ബേബി ചിണുങ്ങി. കഷ്ടം തന്നെ, എൻ്റെ കുട്ടിക്ക് എന്തിഷ്ടാ നെയ്യപ്പം. അത് തിന്നാറായപ്പോഴോ ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന നിലയിലായി അവളുടെ കാര്യം. അമ്മ വിചാരിച്ചു, ബേബിക്കുട്ടിയെ, മോളുടെ പനി മാറുമ്പോൾ അമ്മ നെയ്യപ്പം ഉണ്ടാക്കി തരാട്ടോ. ബേബിയെ തൊട്ടു തലോടി ആശ്വസിപ്പിച്ച് അമ്മ അകത്തേക്ക് പോയി. മുറ്റത്തു നിന്നും വീണ്ടും ബഹളമുയർന്നു. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ. ഇനി ഇതിലെ ചോദ്യങ്ങൾ നോക്കിയാലോ നമുക്ക്. വിവരണം വായിച്ച് പഴഞ്ചൊല്ലുകൾ കണ്ടെത്തൂ, എഴുതും. ഈ വിവരണത്തിൽ നമുക്ക് ഏതാനും പഴഞ്ചൊല്ലുകൾ തന്നിട്ടുണ്ട്. അതേതൊക്കെയാണ്? കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ, അരിയെറിഞ്ഞാൽ 1000 കാക്ക, ആലിൻകായ പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പുണ്ണ് തുടങ്ങിയവയാണ്. ചോദ്യം 2. കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുമ്പോൾ അതിൽ കാക്കകളെക്കുറിച്ച് മാത്രമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അമിതമായി ബഹളം വയ്ക്കുന്നതിനെയാണ് കാക്കക്കൂട്ടിൽ കല്ലിട്ട പോലെ എന്ന് പറയുന്നത്. ചോദ്യം 3. അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് കാക്കയുടെ വരവിനെ മാത്രമാണോ സൂചിപ്പിക്കുന്നത്? അല്ല, ഒരു കാര്യമുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടുന്നതിനെയാണ് അരിയെറിഞ്ഞാൽ 1000 കാക്ക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദ്യം 4. ഈ ചൊല്ലുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം പറയൂ. മറ്റുള്ളവർ പറയുന്നതിനോട് പ്രതികരിക്കും. നമ്മൾ നമ്മുടെ അഭിപ്രായം പറഞ്ഞു. ഇനി നിങ്ങളുടെ കൂട്ടുകാരെന്താണ് പറയുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ രേഖപ്പെടുത്തിയിട്ട് അവരോട് അവരുടെ അഭിപ്രായത്തോട് പ്രതികരിച്ചു നോക്കൂ കേട്ടോ. അടുത്ത ചോദ്യം നോക്കിക്കേ. ഒരു കാര്യം പറയുകയും വേറൊന്ന് ആശയമായി വരികയും ചെയ്യുന്ന രീതിയിൽ പുതിയ വാക്യങ്ങൾ, വാക്കുകൾ അല്ലെങ്കിൽ പദക്കൂട്ടുകൾ എന്നിവ നിർമ്മിച്ചു നോക്കൂ. നമുക്ക് ഏതാനും ഉദാഹരണങ്ങൾ നോക്കിയാലോ. മധുരമുള്ള അമ്മ. മധുരമുള്ള അമ്മ എന്ന് പറഞ്ഞാൽ എന്താ? അമ്മയെ രുചിച്ചു നോക്കുമ്പോൾ മധുരമുണ്ട് എന്നാണോ അർത്ഥം? അല്ല, മധുരമുള്ള അമ്മ എന്ന് പറയുന്നത് അമ്മയുടെ സ്വഭാവത്തെയും അലിവിനെയും കാരുണ്യത്തെയും വാത്സല്യത്തെയും ഒക്കെയാണ് നമ്മോട് പറയുന്നത്. നമ്മൾ മധുരമുള്ള അമ്മ എന്ന് കേൾക്കുമ്പോൾ അമ്മയെക്കുറിച്ച് നമുക്കൊരു ചിത്രം മനസ്സിൽ വരുന്നില്ലേ? നല്ല സ്നേഹനിധിയായ ഒരു അമ്മയുടെ, വാത്സല്യം തുളുമ്പുന്ന ഒരു അമ്മയുടെ മുഖമല്ലേ മനസ്സിലേക്ക് വരുന്നത്? അപ്പോൾ അതാണ് മധുരമുള്ള അമ്മ എന്ന് പറയുന്നത്. ഇനി ചക്കപ്പേൻ. ചക്കപ്പേൻ എന്ന് പറഞ്ഞാലോ? വലിയ പേനിനെയാണ് നമ്മൾ ചക്കപ്പേൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കല്ലുമഴ. കല്ലുമഴ എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ മഴത്തുള്ളികളോട് കൂടിയ മഴയെയാണ് നമ്മൾ കല്ലുമഴ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാഠത്തിൽ നമ്മൾ എന്താ പഠിച്ചത്? പഴഞ്ചൊല്ലുകളെ കുറിച്ചാണല്ലേ പഠിച്ചത്. പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്ന് പറയുകയും മറ്റൊട്ടേറെ കാര്യങ്ങൾ അതിലൂടെ സൂചിപ്പിക്കുകയും ചെയ്യുന്നതിന് ഭാഷയിൽ ഏറെക്കാലമായി പ്രയോഗിച്ചു വരുന്ന ഒന്നാണ് പഴഞ്ചൊല്ലുകൾ. ആറ്റിക്കുറുക്കി പറഞ്ഞ കവിതകളാണ് പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത്. നമുക്ക് ഏതാനും പഴഞ്ചൊല്ലുകൾ പരിചയപ്പെട്ടാലോ. അകത്തുള്ളത് മുഖത്ത് വിളങ്ങും, അകലത്തെ ബന്ധുവിനേക്കാൾ അരികത്തെ ശത്രു നല്ല, അക്കരെ നിന്നാൽ ഇക്കരെ പച്ച, ഇക്കരെ നിന്നാൽ അക്കരെ പച്ച, അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട്, അച്ഛൻ ആനക്കാരനായാൽ മകന് തഴമ്പ് വരുമോ, അടിസ്ഥാനം ഉറച്ചേ ആരുടെ മുറയ്ക്കൂ, അണ്ണാൻ മൂത്താലും മരം കയറ്റം മറക്കുമോ, അത്താഴം മുടക്കാൻ നീർക്കോലി മതി, ആകെ മുങ്ങിയാൽ കുളിരില്ല,
ആടറിയുമോ അങ്ങാടി വാണിഭം. ആധിയോളം വലിയ വ്യാധിയില്ല. ആന കൊടുത്താലും ആശ കൊടുക്കരുത്. ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു. ഇഷ്ടമില്ലാത്തച്ചി തൊട്ടതെല്ലാം കുറ്റം. ഇറക്കമുണ്ടെങ്കിൽ ഏറ്റവുമുണ്ട്. ഉണ്ട അച്ചിക്ക് ഉന്മാദമുള്ളൂ. ഉണ്ട ചോറ്റിൽ കല്ലിടരുത്. ഉണ്ണി ഉണ്ടായിട്ടു വേണ്ടേ ഉപനയിക്കുവാൻ. ഉള്ളത് പറഞ്ഞാൽ ഉറിയും ചിരിക്കും. എടുത്തു ചാടിയ പൂച്ച എലിയെ ഗൗനിക്കില്ല. ഏഴയെ കണ്ടാൽ മുഴ തുപ്പും. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. കക്കാൻ പഠിച്ചവൻ നിൽക്കാനും പഠിക്കണം. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഏതാനും പഴഞ്ചൊല്ലുകളാണ് കേട്ടോ. ഇനി ഒരു പ്രവർത്തനം നോക്കിക്കേ. ഒരു പഴഞ്ചൊല്ലും അതിന് ചേരുന്ന ചിത്രവുമാണ് ചുവടെയുള്ളത്. അത് നോക്കൂ. ഒരുമ തന്നെ പെരുമ എന്നാണ് പഴഞ്ചൊല്ല് കേട്ടോ. പഴഞ്ചൊല്ലിനെ പറ്റി ചിത്രത്തിൽ നിന്ന് എന്തെല്ലാം കണ്ടെത്താം? എന്താണ് മക്കളെ ചിത്രത്തിൽ കാണുന്നത്? ഒരുപാട് കുഞ്ഞൻ ഉറുമ്പുകൾ ചേർന്ന് ഒരു വട ഏറ്റിക്കൊണ്ടുപോകുന്നതാണ് അല്ലേ? അപ്പോൾ ഒരുമ തന്നെ പെരുമ എന്ന പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താണ് മക്കളെ? നിങ്ങൾ സങ്കല്പിച്ച് നോക്കൂ. ഈ വട ഒരു ഉറുമ്പിനെ കൊണ്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ? ഇല്ല അല്ലേ? അതുപോലെ തന്നെ ഒരുപാട് ഉറുമ്പുകൾ ചേർന്ന് വട പല ഭാഗത്തേക്ക് വലിച്ചാലും കൊണ്ടുപോകാൻ സാധിക്കുമോ? അതുമില്ല. ഒരുപാട് ഉറുമ്പുകൾ ചേർന്ന് ഒരേ ദിശയിലേക്ക് തന്നെ പോകുമ്പോൾ മാത്രമേ വട കൊണ്ടുപോകാൻ ഉറുമ്പുകൾക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരുമയുണ്ടെങ്കിൽ, അതായത് എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏതൊരു വലിയ കാര്യവും നിസ്സാരമായിട്ട് നമുക്ക് ചെയ്തു തീർക്കാവുന്നതേയുള്ളൂ എന്നാണ് ഒരുമ തന്നെ പെരുമ എന്ന ചൊല്ലുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഐക്യമത്യം മഹാബലം എന്ന് നമ്മൾ പറയില്ലേ, അത് തന്നെ കാര്യം. അപ്പോൾ പഴഞ്ചൊൽ പെരുമ എന്ന പാഠം എല്ലാ മക്കൾക്കും മനസ്സിലായോ? ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ വരും ദിവസം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്ത് വയ്ക്കാൻ മറക്കല്ലേ. ഇന്നത്തെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ മറ്റു ഭാഗങ്ങളും 3ാം ക്ലാസ്സിലെ മറ്റു വീഡിയോകളും നമ്മൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്